ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ ഈ പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ആളുകൾ കുറ്റം പറയുന്നത് ആരോഗ്യവകുപ്പിനെയാണ്. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഉപകരണങ്ങളില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കെടുകാര്യസ്ഥ കൊണ്ട് രോഗികൾ മരിക്കുകയോ അല്ലെങ്കിൽ മാരകമായ രീതിയിൽ അസുഖബാധിതരാകുകയോ ചെയ്താൽ അതിനൊക്കെ ആളുകൾ വഴി പറയുന്നത് ആരോഗ്യവകുപ്പിനാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന, തൊട്ടാൽ പൊള്ളുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ ആ വകുപ്പിൻ്റെ അമരത്തിരിക്കുന്ന ആളുകൾ യോഗ്യന്മാരായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മലയാളികൾ പൊതുവെ ആരോഗ്യ കാര്യങ്ങളിൽ വലിയ നിഷ്കർഷമുള്ളവരാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസം പൊതുവെ സാക്ഷരത കൂടുതലാണ്. ആരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അവബോധമുണ്ട്. അത് രാജഭരണകാലം മുതൽക്കുണ്ട്. പിന്നീട് ജനകീയ മന്ത്രിസഭകൾ വന്നപ്പോഴും അതേ രീതിയിൽ അതേ തോതിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന സംഗതി സാക്ഷരത പോലെ, അല്ലെങ്കിൽ സാക്ഷരതയേക്കാൾ കൂടുതലായിട്ട് ആരോഗ്യരംഗത്തുള്ള മുന്നേറ്റമാണ്. യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ ശിശുമരണ നിരക്ക് കുറവാണ്. അല്ലെങ്കിൽ ആയുർദൈർഘ്യം കൂടുതലാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അത് കേരളത്തിൽ എത്രയോ ഉണ്ട്. രോഗിയും ഡോക്ടറും തമ്മിലുള്ള അനുപാതം അത് കേരളത്തിൽ വളരെ മാതൃകാപരമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഈ രംഗത്ത് സ്വകാര്യ മേഖലയിലുണ്ട് പോരായ്മകൾ, സർക്കാർ മേഖലയിലുണ്ട് പോരായ്മകൾ. അപ്പോൾ ആളുകൾ എപ്പോഴും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഈ സീറ്റിലിരിക്കുന്ന ആൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് വഹിക്കുന്നത്. മന്ത്രിക്ക് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ടോ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കൈ കഴുകാൻ പറ്റുകയില്ല. ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതേ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. അവർ തന്നെയാണല്ലോ VS സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. അവർ തന്നെയാണല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. അപ്പോൾ സിസ്റ്റത്തെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. സിസ്റ്റത്തെ നമ്മൾ പരിഷ്കരിക്കുകയും അതിനെ കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.